SFI 16ാമത് എടപ്പാൾ ഏരിയ സമ്മേളനം ഫെബ്രുവരി 24-25 തീയതികളിലായി എടപ്പാളിലെ കോടിയേരി ബാലകൃഷ്ണൻ നഗറിൽ വെച്ച് നടക്കും. ഫെബ്രുവരി 24 വൈകുന്നേരം 4 മണിക്ക് വിദ്യാർത്ഥി റാലിയോടെയാണ് പൊതുസമ്മേളനത്തിന് തുടക്കം കുറിക്കുക. എടപ്പാൾ കുറ്റിപ്പുറം റോഡിലെ കോടിയേരി ബാലകൃഷ്ണൻ നഗറിൽ വെച്ച് ചേരുന്ന പൊതുസമ്മേളനം SFI സംസ്ഥാന സെക്രട്ടറി PM മാർഷ ഉദ്ഘാടനം ചെയ്യും. സേതലയുടെയും ധീരജിന്റെയും നാമധേയത്തിലുള്ള എടപ്പാൾ ഗോൾഡൻ ടവർ ഓഡിറ്റോറിയത്തിൽ വേദിയിൽ വെച്ച് നടക്കുന്ന പ്രതിനിധി സമ്മേളനം SFI സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം വൈഷ്ണവ് മഹേന്ദ്രനും ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഇന്ത്യ രാജ്യത്തെ മതനിരപേക്ഷ കാഴ്ചപ്പാടിനെയും സെക്യുലറിസത്തെയും ഫെഡറലിസത്തെയും വരെ ഏറ്റവും അധികം നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണഘടനയെ വരെ ചോദ്യം ചെയ്യുന്ന നിലയ്ക്കിലേക്കാണ് ഇന്ന് നമ്മുടെ രാഷ്ട്രീയ സാഹചര്യം മുന്നോട്ട് പോകുന്നത്. ആ സമയങ്ങളിലാണ് SFIയുടെ സമ്മേളനങ്ങൾ ചേരുന്നത്. അതിനകത്ത് ഏറ്റവും അധികം നമ്മുടെ രാജ്യത്തിൻ്റെ അകത്തെ വിദ്യാഭ്യാസ മേഖലയ്ക്കകത്ത് ഇന്ന് കേന്ദ്രം ഭരിച്ചുകൊണ്ടിരിക്കുന്ന RSSന്റെയും BJPയുടെയും നേതൃത്വത്തിൽ ഏറ്റവും അധികം നമ്മുടെ വിദ്യാഭ്യാസ മേഖലയെ ഫാസിസ്റ്റ് നീക്കം മുഖാന്തരം നമ്മുടെ മേഖലയ്ക്കകത്ത് ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. സമയത്താണ് SFIയുടെ 16ാമത് എടപ്പാൾ ഏരിയ സമ്മേളനം ഈ വരുന്ന 24-25 തീയതികളിൽ എടപ്പാളിൽ വെച്ച് ചേരുകയാണ്. 24ാം തീയതി സഖാവ് കോടിയേരി ബാലകൃഷ്ണൻ്റെ നാമധേയത്തിൽ വിദ്യാർത്ഥി റാലിയും പൊതുസമ്മേളനവും ഇവിടെ എടപ്പാളിൽ കുറ്റിപ്പുറം റോഡിൽ വെച്ചിട്ടുള്ള ടൗണിൽ വെച്ച് ചേരുകയാണ്. SFIയുടെ സംസ്ഥാന സെക്രട്ടറി സഖാവ് PM മാർഷയാണ് പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത്. SFI എടപ്പാൾ ഏരിയ സെക്രട്ടറി റിഫാസ് അലി, ഏരിയ വൈസ് പ്രസിഡന്റ് PV അഞ്ജന, ഏരിയ ജോയിന്റ് സെക്രട്ടറി K സഞ്ജയ്, ഏരിയ വൈസ് പ്രസിഡന്റ് S രോഹിത് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. NCV ന്യൂസ് പൊന്നാനി. കേരളത്തിലെ നമ്പർ 1 ബ്രോഡ്ബാൻഡ് കേബിൾ TV നെറ്റ്വർക്ക് കമ്പനിയായ കേരള വിഷൻ ഇന്ന് ഇന്ത്യയിലെ ആദ്യ 10 ബ്രോഡ്ബാൻഡ് കേബിൾ TV സേവനദാതാക്കളുടെ പട്ടികയിൽ ഇടം നേടിയിരിക്കുന്നു. വിഷൻ സക്സസ് ആഘോഷിക്കാം ഈ അഭിമാന നേട്ടം.